നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ ഞാൻ ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ഭഗവാൻ നിമിത്തമാണ്. ഭഗവാനാണ് എന്നെ കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചത്. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവർ ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴണേ. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച്, ഒരുപാട് പേരുടെ ജീവിതം കണ്ണീർ കയത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാനിന്ന് ഇവിടെ കൃത്യമായിട്ട് ഓരോ നക്ഷത്രങ്ങളെയും എടുത്ത് പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി തരം തിരിച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് 5 ഗണങ്ങളായിട്ട് ഞാൻ നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 27 നാളുകൾ അഥവാ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ആ 27 നക്ഷത്രങ്ങളെ 5 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഏത് ഗണത്തിലാണോ വരുന്നത്, ഈ 5 നക്ഷത്രത്തിൽ ഏത് ഗണത്തിലാണോ വരുന്നത്, ആ ഗണത്തിന് നേരെ ഞാൻ പറയാൻ പോകുന്ന ക്ഷേത്രത്തിൽ വേണം നിങ്ങൾ പോയി തൊഴേണ്ടത് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഓരോ നക്ഷത്രത്തെയും എടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഓരോ നക്ഷത്രത്തിലെയും ഗ്രഹസ്ഥാനങ്ങളും മറ്റും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഏറ്റവും കൃത്യമായിട്ട് പറയുന്ന ക്ഷേത്രമാണ്. അവിടെ പോയി തൊഴുത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ വരൂ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും അതോടുകൂടി അവസാനിക്കും. ഏറ്റവും സത്യമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ വിഷമിക്കുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ദുരിതങ്ങൾ തീർത്തു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഈശ്വരനായിട്ട് ദുരിതങ്ങൾ തീരാൻ ഒരു വഴി തെളിയിച്ചതാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ. നിങ്ങളുടെ നക്ഷത്രം ഞാനിവിടെ പറയാൻ പോകുന്ന 5 ഗണത്തിൽ, ഇതവിടെ കാണിക്കാം, 5 ഗണത്തിൽ ഏത് ഗണത്തിലാണോ ഉള്ളത് ആ ഗണത്തിൻ്റെ കൃത്യമായിട്ടുള്ള ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ട് ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരും. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നുവോ ആ ഒരു വ്യക്തിയുടെ അമ്പലത്തിൽ പോയാലും മതി. വീട്ടിലെല്ലാവരുടെയും ഇപ്പം 5 പേരുണ്ട്, 5 പേർക്ക് 5 ഗണത്തിലാണെന്നുണ്ടെങ്കിൽ 5 അമ്പലത്തിലും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൽ 5-ൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അത് ഗൃഹനാഥനാകാം ഗൃഹനാഥയാകാം, അല്ല വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലാണ് ഏറ്റവും നിർണായകമായ ഘട്ടം വരാൻ പോകുന്നത്, അവരുടെ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ നക്ഷത്രം ഏത് ഗണത്തിലാണോ വരുന്നത് ആ അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതാണ്. അവിടെ പോയി തൊഴുതാൽ ആ വീടിന് മൊത്തമാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്, അവർ വസിക്കുന്ന കുടുംബത്തിന് മൊത്തമാണ് ഫലം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഞാൻ 5 ഗണങ്ങൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ നാള് ഇതിലേത് ഗണത്തിലാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ പറയുന്ന വഴിപാട് ആ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക എന്നുള്ളതാണ്. 1ാമത്തെ ഗണത്തിൽ വരുന്നത് എന്ന് പറയുന്നത് പൂരം, മകം, തിരുവോണം, അശ്വതി, പൂരാടം, അത്തം. ഈ 6 നാളുകളാണ്. പൂരം, മകം, തിരുവോണം, അശ്വതി, പൂരാടം, അത്തം. ഈ നാളുകളിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ, ഈ നാളുകാരുടെ ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഭഗവാന്റെ ഏറ്റവും ചൈതന്യമുള്ള ഏറ്റവും വലിയ വിഗ്രഹം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ പാർത്ഥസാരഥി ഐശ്വര്യത്തോടുകൂടി അനുഗ്രഹിച്ച് നിൽക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ നാളുകാർ പൂരം, മകം, തിരുവോണം, അശ്വതി, പൂരാടം, അത്തംകാർ പോകേണ്ടത്. പോകുമ്പം 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് പോകുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് വ്രതം നിൽക്കണം. എന്തിനാണ് വ്രതം നിൽക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാനല്ല പറയുന്നത്. നോൺ വെജ് ആഹാരങ്ങൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മിതമായിട്ട് ആഹാരം കഴിച്ച്
ഒരു മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ മുന്നെയെങ്കിലും ആ വ്രതത്തിൽ പ്രവേശിച്ച് വ്രതത്തോടുകൂടി വേണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാനെന്ന് പറയുന്നത്. ഈ നാളുകാർ, ഈ 1-ാം ഗണത്തിൽപ്പെട്ട നാളുകാർ, നിങ്ങൾ പോകുന്ന സമയത്ത്, പോകുന്നതിൻ്റെ തലേന്നോ അല്ലെ അതിൻ്റെ തലേന്നോ 2 ദിവസം മുന്നേ ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വറ്റിക്കുന്നിടത്തോ ഒരു നല്ല ഒരു തുണി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പട്ടോ അല്ലെ സാധാരണ ഒരു തുണിയോ ഒരെണ്ണം വെച്ച് അതിൽ ഒരു പിടി നാണയം ഇടുക. എന്താണ് ഒരു പിടി നാണയം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു പിടി കൊണ്ടൊരു കൂട്ടത്തിൽ നിന്ന് നാണയം എടുത്തു കഴിഞ്ഞാൽ ഒരു പിടി നാണയം എത്ര ഉണ്ടാവും? ഒരു 50 രൂപയ്ക്കോ അല്ലെ 100 രൂപയ്ക്കോ ചില്ലറ മാറി, 50 രൂപയ്ക്കോ മറ്റോ മതി. നമ്മൾ ചില്ലറ മാറി വെച്ചിരിക്കുന്നതാണ് ഒരു പിടി നാണയം. നല്ല കയ്യിൽ വളരെ വ്യക്തമായിട്ടിരിക്കുന്ന ഒരു പിടി നാണയം ഒരു പട്ടിൽ വെച്ച് പോകുമ്പം ആ വിളക്ക് വറ്റിക്കുന്നിടത്ത് നിന്ന് അതും എടുത്തും കൊണ്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തോട്ട്. ഇപ്പം കാറിലാണ് പോകുന്നത് അല്ലെ ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ പൂജാമുറി വെച്ചിരിക്കുന്ന 48 മണിക്കൂർ മുന്നേ അല്ലെ 24 മണിക്കൂർ മുന്നേ വെച്ചിരിക്കുന്ന ആ നാണയക്കിഴി അല്ലെങ്കിൽ പിടിപ്പണം അല്ലെങ്കിൽ കിഴിപ്പണം, ആ കിഴിപ്പണവുമായിട്ട് വേണം നിങ്ങൾ ഭഗവാനെ കാണാനായിട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. പോയാൽ എഴുതിത്തരാം, അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്, ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഭഗവാനെ കാണാൻ പോകണം. ഈ നേരത്ത് ഭഗവാനെ പോയി കണ്ട് ഏത് കാര്യം പ്രാർത്ഥിച്ചാലും, എന്താഗ്രഹം പറഞ്ഞാലും, എന്ത് ദുഃഖം പറഞ്ഞാലും അത് തീർത്തു തരും, അതിന് പരിഹാരം തരും, അത് നേടിത്തരും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം. ഒരു പിടി പണവുമായിട്ട് വീട്ടിൽ നിന്ന് പോവുക വ്രതശുദ്ധിയോടുകൂടി. വീട്ടിൽ എല്ലാവരും പോകുന്നെങ്കിൽ എല്ലാവരെയും കൂട്ടി പോവുക. പോയി കൃത്യമായിട്ട് പോയി ഭഗവാനെ കാണുക. അവിടെ ചെല്ലുമ്പം ഭഗവാന് നിർബന്ധമായിട്ടും മറ്റൊരു വഴിപാട് ചെയ്തില്ലെങ്കിലും പാൽപ്പായസം കഴിപ്പിക്കണം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ്. വേറെ ഒരു വഴിപാട് പുഷ്പാഞ്ജലി ഒന്നും ചെയ്തില്ലെങ്കിൽ, സൂക്തങ്ങളൊക്കെ ചെയ്തോളൂ, പുഷ്പാഞ്ജലി സൂക്തങ്ങളൊക്കെ ചെയ്തോളൂ, ഏറ്റവും നല്ലത്. പക്ഷേ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ടത് പാൽപ്പായസം ഭഗവാന് കഴിപ്പിക്കണം. നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് രസീതാക്കി ഭഗവാന് പാൽപ്പായസം കഴിപ്പിക്കുക. ഒരു പിടി നാണയം കൊണ്ടുപോയി അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുത് മടങ്ങി വരൂ. ജീവിതത്തിൽ തൊടുന്നതൊക്കെ പൊന്നായി തീരും എന്നുള്ളതാണ്. ഇതാണ് 1-ാമത്തെ ഗണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗണത്തിൽപ്പെട്ടവർ പൂരം, മകം, തിരുവോണം, അശ്വതി, പൂരാടം, അത്തം, ഈ ഗണക്കാർ ഇവിടെയാണ്, നമുക്ക് ആറന്മുള അമ്പലത്തിലാണ് പോകേണ്ടത്. 2-ാമത്തെ ഗണം എന്ന് പറയുന്നത് മൂലം, ചതയം, ചോതി, മകയിരം, അവിട്ടം, ഈ 5 നക്ഷത്രങ്ങൾ ചേരുന്നതാണ് 2-ാമത്തെ ഗണം. മൂലം, ചതയം, ചോതി, മകയിരം, അവിട്ടം. ഈ നക്ഷത്രക്കാർ പോകേണ്ടത് എന്ന് പറയുന്നത്, നിങ്ങൾ പോകേണ്ട ക്ഷേത്രം 2 അമ്പലം പറയാം. ഈ 2 അമ്പലത്തിൽ ഏതാണ് നിങ്ങൾക്ക് അടുത്ത് പോകാൻ സൗകര്യമുള്ളത് ആ അമ്പലത്തിൽ പോവുക. ഒന്ന് എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. ചെട്ടികുളങ്ങര പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയാൽ മതി എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ്. അതായത് ചെട്ടികുളങ്ങര അമ്മയുടെ ചേച്ചിയായിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്മയെ സങ്കല്പിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനിയത്തിയാണ് ചെട്ടികുളങ്ങര ഭഗവതി എന്ന് പറയുന്നത്. രണ്ടും ഒറ്റ അമ്മയാണ്, രണ്ടും ഒരമ്മയാണ്, ഒരേ ശക്തി സ്വരൂപിണിയാണ്. ഒന്നുകിൽ ചെട്ടികുളങ്ങര നടക്കൽ പോവുക. ചിലർക്കൊക്കെ വലിയ ഭാഗ്യം ഉണ്ടാവും, ചെട്ടികുളങ്ങര അടുത്ത് തന്നെ ആയിരിക്കും വീട്, അല്ലെ കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെ ആയിരിക്കും വീട്, എപ്പോഴും വേണമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. അത് അവരുടെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. പക്ഷെ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമാണ് അമ്മയുടെ ആ തിരുമണ്ണിൽ താമസിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ജീവിക്കാൻ സാധിക്കുന്നതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം നിങ്ങൾ പോകേണ്ടതെന്ന് പറയുന്നത് ഒന്നുകിൽ ചെട്ടികുളങ്ങര അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. പോകുന്ന സമയത്ത്, ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു പുഷ്പാഞ്ജലി വഴിപാട് അവിടെ ചെയ്യിക്കണം കേട്ടോ. വഴിപാട് മറ്റൊന്നുമല്ല, നിങ്ങൾ ചെയ്യിക്കേണ്ടത് രക്തപുഷ്പാഞ്ജലിയാണ്. അവിടെ പോയി ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തണം. ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഒരു പിടി നാണയം കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന ഒരു പിടി നാണയത്തിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ, നിങ്ങളെ ചുറ്റി, ഇപ്പം നിങ്ങളാണ് മെയിനായിട്ട് പോകുന്ന ആൾ, നിങ്ങളുടെ നാളിൻ്റെ വെച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റി നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന, ഒരേ ഭവനത്തിൽ താമസിക്കുന്ന എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഓരോ നാണയം കൂടെ വാങ്ങിച്ച് ആ കിഴിക്കകത്തിട്ട് ആ ചുവന്ന നാണയക്കിഴി അല്ലെങ്കിൽ
ആ എന്താ പറയുന്ന ചുവപ്പ് പട്ടിൽ പൊതിഞ്ഞ് ആ നാണയക്കിഴി, ആ നാണയപ്പിടിയുമായിട്ട് വേണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ. ചെന്ന ഉടനെ തന്നെ അമ്മയെ കണ്ട മാത്രയിൽ തന്നെ കാണിക്ക കൊണ്ടുപോയ പിടിപ്പണം സമർപ്പിക്കുക, ഐശ്വര്യമായിട്ട് ഭഗവതിയെ തൊഴുക. എല്ലാവരും ഒരു രക്തപുഷ്പാഞ്ജലി നടത്തി അമ്മയെ തൊഴുത് കുറച്ചു നേരം ആ നടക്കിലും പരിസരത്തും ഒക്കെ ഇരുന്ന് മനസ്സിന് ശാന്തത തേടി തിരിച്ചു വരിക. തൊട്ടതൊക്കെ പൊന്നായിത്തീരും. ഇതാണ് സമയം. അമ്മയെ നിങ്ങൾക്ക് ചുമ്മാ ഒന്നും കാണാൻ പറ്റത്തില്ല, അമ്മ വിളിക്കണം. ഇപ്പം നിങ്ങളെ വിളിച്ചിരിക്കുക. അത് പറയാൻ നിയോഗമായവൻ ഞാനാണ്, എനിക്കാണ് അതിനുള്ള നിയോഗം ഉണ്ടായത്, ഞാനാണത് പറയാൻ കാരണക്കാരനായത്. അപ്പം അമ്മ എന്നിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഈ 2 ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരിടത്ത് പോവുക. എത്രയും വേഗം പോകാൻ പറ്റിയാൽ അത്രയും നല്ലത്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. അടുത്ത ഗണം എന്ന് പറയുന്ന 3-ാമത്തെ ഗണം എന്ന് പറയുന്നത് പൂയം, അനിഴം, വിശാഖം, ചിത്തിര, രേവതി. ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന 5 നാൾ ഉൾപ്പെടുന്ന ഗണമാണ് പൂയം, അനിഴം, വിശാഖം, ചിത്തിര, രേവതി. 5 നാളുകളുണ്ട്. ഈ നാളുകൾ ഉള്ള ഗണത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗണത്തിലുള്ള നാളുകളിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകേണ്ട ക്ഷേത്രം നിങ്ങൾ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ലോകത്ത് തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം, ഈ ലോകത്ത് ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവാർപ്പ് അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് മൂടിയിട്ട് ഞാൻ പറയുന്നു, അവിടെ ചെന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഭഗവാന് തൃക്കൈവെണ്ണ കഴിപ്പിക്കണം. തൃക്കൈവെണ്ണ നിവേദ്യം ഭഗവാന് നടത്തുന്നതാണ് ഏറ്റവും കെങ്കേമം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം 100 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഭഗവാനോട് പറ, ആ ഭഗവാൻ അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും പറ, അതെല്ലാം തീർത്തു തരും. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പറ, അതെല്ലാം നടത്തി തരും. ഭഗവാൻ കൂടെ വരും എന്നുള്ളതാണ്. ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പം ഭഗവാൻ ഒപ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്ര ഐശ്വര്യമാണ്. നിങ്ങൾ പോകുന്ന സമയത്ത് ഭഗവാന് വെറും കൈയോടുകൂടി പോകരുത്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായ എന്തെങ്കിലും ഫലങ്ങൾ ആ നടക്കൽ സമർപ്പിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. വാഴക്കുലയോ മാമ്പഴമോ അങ്ങനെ വീട്ടിലുണ്ടായ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോവുക. അത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പിടി പണം, അതായത് ഒരു പിടി നാണയം നല്ല ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ്, ആ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ കിഴിപ്പണം ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കുക. വെറും കൈയോടുകൂടി പോരുത്. ഒന്നുകിൽ ഫലവർഗ്ഗങ്ങൾ വീട്ടിലുണ്ടായത്, വാങ്ങിയതല്ല, വീട്ടിലുണ്ടായത് ഭഗവാന് സമർപ്പിക്കാം, ഏറ്റവും കേമമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിടി പണവുമായി പോയി, അല്ലെങ്കിൽ ഒരു പിടി നാണയവുമായി പോയി ഭഗവാന് സമർപ്പിച്ച് ഐശ്വര്യമായിട്ട് ഭഗവാന് തൊഴു. എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കും. എന്തൊക്കെ മനപ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം ആ നടക്കിൽ ചെന്ന് അങ്ങ് പറയുക, ഭഗവാനോട് പറയുക. എല്ലാവരും കേൾക്കുകയല്ല, മനസ്സിൽ പറയുക. നമുക്ക് പോകാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ചെന്ന് പറഞ്ഞാൽ എഴുതിത്തരാം, അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. സർവം ഗംഭീരമായിട്ട് വരും. വരുന്നതിൻ്റെ പുറകെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ, നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ട ചില കാര്യങ്ങളുടെ സാക്ഷാത്കാരം, ഇതെല്ലാം സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് 3-ാമത്തെ ഗണം എന്ന് പറയുന്നത്. 4-ാമത്തെ ഗണം എന്ന് പറയുന്നത് തിരുവാതിര, ആയില്യം, ഭരണി, ഉത്രാടം, ഉത്രട്ടാതി, തൃക്കേട്ട. ഈ ഒരു ഗണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഗണത്തിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടകാലം കറങ്ങിയടിക്കുന്ന ഒരു ഗണമാണ്. ഇതിൽ ഭരണി ഒഴികെ ബാക്കി നക്ഷത്രക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടകാലം കിടന്ന് കറങ്ങിയടിക്കുന്നുണ്ട്. തിരുവാതിര, ആയില്യം, ഉത്രാടം, ഉത്രട്ടാതി, തൃക്കേട്ട, ഭരണി. ഇതിൽ ഭരണി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി നക്ഷത്രക്കാരൊക്കെ, ഭരണിക്കാരും എല്ലാവരും, ചിലർക്കൊക്കെ കഷ്ടകാലമുണ്ട്, പക്ഷേ ഒട്ടുമുക്കാൽ ഈ നക്ഷത്രങ്ങൾക്കും കഷ്ടകാലം കറങ്ങിയടിച്ചുകൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആശുപത്രിവാസം, ശാരീരിക പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാവുന്ന തീരാ ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അങ്ങനെ കഷ്ടകാലം കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് തിരുവാതിര, ആയില്യം, ഉത്രാടം, ഉത്രട്ടാതി, തൃക്കേട്ട എന്ന് പറയുന്നത്. ഭരണിക്ക് കാര്യങ്ങൾ സാമാന്യം ഭേദമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണിയിൽ ചില ആളുകൾക്ക് ദോഷങ്ങൾ കാണുന്നുള്ള സമയമാണ്. അപ്പം ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരു ഗണക്കാരെയും പോലല്ല, ഈ ഗണക്കാർ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ കാടാമ്പുഴ പോവുക, അല്ലെങ്കിൽ പനച്ചിക്കാട് പോവുക. ഈ രണ്ട് ക്ഷേത്രം, ഒന്ന് കോട്ടയം ജില്ലയിലാണ്, ഒന്ന് നിങ്ങൾക്ക് കാടാമ്പുഴ മലപ്പുറം ജില്ലയിൽ പോകാൻ പറ്റും. ഒന്നീം കാടാമ്പുഴ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ പനച്ചിക്കാട് പോവുക. ഈ 2 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി അമ്മയെ കണ്ട് തൊഴണം. തൊഴാതെ നിങ്ങളുടെ ദുരിതം അവസാനിക്കില്ല എന്നുള്ളതാണ്. പോകുന്ന സമയത്ത് ഒരു പിടി നാണയവും നല്ല ഒരു ചുവന്ന പട്ടുമായിട്ട് പോവുക അമ്മയ്ക്ക് സമർപ്പിക്കാൻ.
അമ്മയ്ക്ക് സമർപ്പിക്കാൻ ചുവന്ന പട്ടുവസ്ത്രവും ഒരു പിടി നാണയമായിട്ട് വേണം പോകാനായിട്ട്. വേറെ ഒരു വഴിപാടും ചെയ്യേണ്ട. ഇനി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം മുട്ടറുക്കേണ്ടവർക്ക് മുട്ടറുക്കാം, നിങ്ങളുടെ ആവശ്യാനുസരണം. അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പുഷ്പാഞ്ജലികളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എല്ലാം ചെയ്തോളൂ. പക്ഷേ പോകുന്ന സമയത്ത് ചുവന്ന പട്ടും കയ്യിൽ ഒരു പിടി പണവുമായിട്ട്, ഒരു പിടി പണം എന്ന് പറയുമ്പോൾ നാണയം ചില്ലറ മാറി ഒരു പിടി നാണയമായിട്ട് വേണം ഭഗവതിയെ കാണാൻ പോകാനെന്ന് പറയുന്നത്. വെറും കൈയായിട്ട് പോരുതെന്ന് വ്രതം നിന്ന് പോവുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പോയി കണ്ട് തൊഴുത് എന്തൊക്കെ കഷ്ടകാലങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് പറഞ്ഞ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കൂ. ആ ദോഷങ്ങളൊക്കെ നീങ്ങും. സർവം ഗംഭീരമായി തീരും. എഴുതിത്തരാം. ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല. ഭഗവതിയായിട്ട് പറയിച്ചതാണ്, അമ്മയാണ് അരുൾ ചെയ്തതെന്ന് കരുതുക. ഇത് കാണാനിടയായത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തില്ല. തീർച്ചയായിട്ടും ഭഗവതിയെ പോയി കണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയൂ. അമ്മ വിളിക്കുന്നു, അമ്മ അവിടെ എത്താനായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സർവം മംഗളമായി വരും. അടുത്തത് 5ാമത്തെ ഗണം എന്ന് പറയുന്നത് പൂരുരുട്ടാതി, കാർത്തിക, പുണർദം, രോഹിണി, ഉത്രം. ഈ 5 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് 5ാമത്തെ ഗണം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. പൂരുരുട്ടാതി, കാർത്തിക, പുണർദം, രോഹിണി, ഉത്രം. ഈ നക്ഷത്രക്കാർ നിങ്ങൾ പോകേണ്ട ക്ഷേത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന 2 ക്ഷേത്രങ്ങളാണ്. ചിലർക്കൊക്കെ എല്ലാവർക്കും അറിയാം. നല്ല ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു പറഞ്ഞു പോവുക. 1ാമത്തെ എന്ന് പറയുന്നത് മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രമാണ്. മലയാലപ്പുഴ പോകാൻ പറ്റാത്തവർ തിരുമാന്താംകുന്ന് പോവുക. തിരുമാന്താംകുന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. മലയാലപ്പുഴ നടയിൽ ചെല്ലുക, അല്ലെങ്കിൽ തിരുമാന്താംകുന്ന് അമ്മയുടെ സന്നിധിയിൽ ചെല്ലുക. ഭഗവതി വിളിച്ചിരിക്കുകയാണ്. ഭഗവതി അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയം കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഞാൻ ആ നാളുകാരെ ഒരിക്കൽ കൂടി പറയാം. പൂരുരുട്ടാതി, കാർത്തിക, പുണർദം, രോഹിണി, ഉത്രം. ഈ നാളുകാർ ഭഗവതിയെ പോയി കണ്ട് ചുവപ്പ് പട്ട് സമർപ്പിച്ച് നാണയപ്പിടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തെളിയും, തലവര തെളിയും. ഇനി എത്ര ശനിദശയിലൂടെ പോവാന്ന് പറഞ്ഞാലും, ഇനി എത്ര കഷ്ടകാലം കറങ്ങിയടിക്കുന്നു എന്ന് പറഞ്ഞാലും, ഇനി ജീവിതമേ വഴിമുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞാലും, ഈ പ്രപഞ്ചത്തിലെ സകല ശക്തികളെയും തച്ചുടച്ച് ഭഗവതി നിങ്ങൾക്ക് വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. ഭഗവതി നിങ്ങൾക്ക് വഴി തെളിയിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ. പൂരുരുട്ടാതി, കാർത്തിക, പുണർദം, രോഹിണി, ഉത്രം. ഈ നാളുകാരോട് ഞാൻ എടുത്തു പറയുന്നു, എന്തെങ്കിലും വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, എന്തെങ്കിലും നടക്കാത്തതായിട്ടുണ്ട്, വഴിപാടും പൂജയും ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടും നടക്കാത്തത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഭഗവതിയെ സാക്ഷി നിർത്തി പറയുന്നു, അമ്മയുടെ നടക്കൽ ചെന്ന് അമ്മയെ കണ്ട് തൊഴുക. ഒന്നുകിൽ തിരുമാന്താംകുന്ന് പോവുക, മലപ്പുറം ജില്ലയിലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പോവുക, പത്തനംതിട്ട ജില്ലയിലാണ്. 2 ക്ഷേത്രങ്ങളും നിങ്ങൾക്ക് ഏതാണ് പോകാൻ സൗകര്യം എന്നുള്ളത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരിടത്ത് പോയാൽ മതി. 2 പോകേണ്ട ആവശ്യമില്ല. ഒരിടത്ത് പോയി അമ്മയെ കണ്ട് തൊഴുത് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് ചുവപ്പ് പട്ടും സമർപ്പിച്ച് ഭഗവതിക്ക് ഒരു പിടി നാണയവും സമർപ്പിച്ച് തൊഴുത് വരിക. മനസ്സർപ്പിച്ച് തൊഴുത് വരിക. ഗംഭീരമായി കിട്ടും. അപ്പം ഇതാണ് 5ാമത്തെ ഗണം എന്ന് പറയുന്നത്. ഞാൻ വളരെ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി ഓരോ നക്ഷത്രത്തെയും എടുത്ത് പഠിച്ച് തരംതിരിച്ച് ഗണം തിരിച്ച് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. പറഞ്ഞത് തെറ്റില്ല. ഭഗവതി അരുൾ ചെയ്യാതെ എനിക്കിതിവിടെ പറയാൻ കഴിയില്ല. നിങ്ങളിത് കേൾക്കാനിടയാവില്ല. അമ്മ സാക്ഷിയാക്കി പറയുന്നു, സർവം ഗംഭീരമായി വരും. ഈ അവസരം ആരും വിട്ടുകളയരുത്. എല്ലാവരും പോയി അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 5 ഗണങ്ങളുടെ എല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.